അപ്പോൾ അത് ഓടിച്ചതിൻ്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വൈബ്രേഷനൊക്കെ മാറി. പക്ഷേ അങ്ങനെ അങ്ങോട്ട് കമ്പയർ ചെയ്യാവുന്ന എനിക്ക് ആ ഒരു ഇനിഷ്യൽ ഇമ്പ്രഷനിൽ നിന്ന് അങ്ങനെ തോന്നിയില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് R3 മോട്ടോഴ്സ് പത്തനംതിട്ടയിലാണ്. ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യുടെ ഒരു വാക്ക് റൗണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കാരണം ഒരു ഫുൾ റൈഡ് റിവ്യൂ ചെയ്യാനായിട്ട് ഈ ഒരു മോഡൽ നമ്മുടെ കിട്ടണേ കുറച്ച് താമസമുണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഇപ്പം തീരുമാനിച്ചത്. എന്തായാലും അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ക്ലാസിക് 350 2021 മോഡൽ എന്ന് പറയുന്നത്. റോയൽ എൻഫീൽഡ് തന്നെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള മോഡലുകളിൽ ഒന്നാണ് നമ്മുടെ ക്ലാസിക് 350 സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു പുതിയ മോഡൽ നമുക്ക് മെയിനായിട്ടും 5 വേരിയൻസിലായിട്ട് 10 കളർ ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ആ കളർ ഓപ്ഷൻസിനനുസരിച്ചാണ് വണ്ടിയുടെ വിലയ്ക്കും അവർ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം 1.8 lakhs തൊട്ട് 2.5 lakhs വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ 2020 നവംബറിൽ ഇറങ്ങിയ മീറ്റിയോർ 350ൽ നമ്മൾ കണ്ടു പരിചയിച്ച അതേ ജെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ പുതിയ ക്ലാസിക് 350യും റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ 349cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ SOHC എഞ്ചിനും ട്വിൻ ഡൗൺ ടു സ്പൈൻ ഫ്രെയിമുമാണ് ഏറ്റവും വലിയ ടെക്നിക്കൽ ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുള്ളത്. 6100 RPMൽ 20.2 bhpയും 4000 RPMൽ 27 Nm ടോർക്കുമാണ് ഈ ഒരു പുതിയ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുകൂടാതെ ബ്രേക്കിംഗിലും ചെറിയ മാറ്റങ്ങൾ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുണ്ട്. 300 mm ഡിസ്ക് വിത്ത് ബൈബ്രി ആക്ഷ്യൽ കാലിപ്പേഴ്സ് ആണ് ഫ്രണ്ടിൽ. ബാക്കിൽ 270 mm ഡിസ്കും സിംഗിൾ ചാനലും ഡ്യുവൽ ചാനൽ ABS ആയിട്ടും അവൈലബിൾ ആണ്. സസ്പെൻഷനിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പഴയ മോഡലിനേക്കാളും കുറച്ചും കൂടെ കൂടിയ 41 mm ടെലസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷനാണ് പുതിയ ക്ലാസിക് 350ക്ക് റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നത്. ട്വിൻ ഷോക്ക് സെറ്റപ്പാണ് ബാക്കിൽ. വീൽ സൈസിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ലെങ്കിലും ടയർ സൈസിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ 90 സെക്ഷൻ ടയറിന് പകരം 100 സെക്ഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ബാക്ക് ടയർ സൈസിന് വ്യത്യാസമൊന്നും 120 സെക്ഷൻ തന്നെയാണ് ഇപ്പോഴും. 805 mm സീറ്റ് ഹൈറ്റോട് കൂടി വരുന്ന പുതിയ ക്ലാസിക് 350യുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ 195 kg ആണ് വാഹനത്തിന്റെ കർവ് വെയിറ്റ് വരുന്നത്. ഇൻസ്ട്രുമെന്റ് കൺസോളിലാണ് ഏറ്റവും വലിയ ചേഞ്ച് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ക്ലാസിക് 350ൽ റോയൽ എൻഫീൽഡ് ഫ്യൂൽ ഗേജ് കൊണ്ടുവന്നിരിക്കുകയാണ്, അതും ഡിജിറ്റൽ. പാർഷ്യലി ഡിജിറ്റൽ LCD ഡിസ്പ്ലേ ആണ് പുതിയ ക്ലാസിക്കിൽ വന്നിരിക്കുന്നത്. 2 ട്രിപ്പ് മീറ്റേഴ്സ്, ഫ്യൂൽ ഗേജ്, ക്ലോക്ക്, ഓഡോമീറ്റർ, ട്രിപ്പ് F എന്നിങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ അനലോഗ് സ്പീഡോമീറ്റർ ഡയൽ ലോഡപ്പ് ആവുന്നത് കാണാനും നല്ലൊരു ഫീലുണ്ട്. മീറ്റിയോർ 350യിലൂടെ റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിട്ടുള്ള ട്രിപ്പർ നാവിഗേഷൻ സിസ്റ്റവും ഈ ഒരു പുതിയ ക്ലാസിക്കിലേക്ക് റോയൽ എൻഫീൽഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ക്രോം മോഡൽസിലാണ് ഈ ഒരു ട്രിപ്പർ നാവിഗേഷൻ ഇൻ ബിൽട്ട് ആയിട്ട് വരുന്നത്. ബാക്കി താഴേക്കുള്ള സിഗ്നൽസിനാണെങ്കിലും അതുപോലെ തന്നെ ഡാർക്ക് സീരീസിനൊക്കെ തന്നെ നമുക്കിത് മേക്ക് ഇറ്റ് യുവേഴ്സ് എന്നിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വണ്ടി വരുമ്പോൾ തന്നെ അതിലേക്ക് ഇൻബിൽട്ട് ചെയ്ത് കൊണ്ടുവരാവുന്ന രീതിയിലുള്ള ഫീച്ചറും റോയൽ എൻഫീൽഡ് നൽകിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് സ്റ്റൈലിങ്ങിലേക്കും ഡിസൈനിലേക്കും പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടും പഴയ ഒരു ക്ലാസിക് സീരീസിനെക്കാളും കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഫിനിഷിങ്ങിലും ഈ വണ്ടി ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ്. അതായത് പണ്ട് നമുക്ക് ആ ഒരു കാർബറേറ്ററിൻ്റെ അവിടെയുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് വെളിയിൽ നോക്കിയാൽ കാണാമെന്നായിരുന്നു. എന്നതിൽ കൂടെ ഈ പുതിയ വരുന്ന മോഡലിൽ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് വെളിയിൽ നോക്കിയാൽ വൃത്തികേടായിട്ട് കാണാനേ സാധിക്കില്ല. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ഡിസൈനാണ് പുതിയ ക്ലാസിക് 350 സീരീസിന് റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നത്. പുതിയ ന്യൂലി ഡിസൈൻഡ് ആയിട്ടുള്ള സൈഡ് പാനൽസും കാര്യങ്ങളൊക്കെയാണ്. പെയിൻറ്റ് ക്വാളിറ്റിയിലാണെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള കാണാൻ വളരെ ഭംഗിയുള്ള പെയിൻറ്റ് ജോബാണ് പുതിയ ക്ലാസിക് 350 സീരീസിന് റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നത്. വണ്ടി ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു ടെസ്റ്റ് റൈഡ് എടുക്കുകയും കൂടെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അത് ഓടിച്ചതിൻ്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വൈബ്രേഷനൊക്കെ മാറി. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈനസ്സുമായിട്ട് അങ്ങനെ അങ്ങോട്ട് കമ്പയർ ചെയ്യാവുന്ന എനിക്ക് ആ ഒരു ഇനിഷ്യൽ ഇമ്പ്രഷനിൽ നിന്ന് അങ്ങനെ തോന്നിയില്ല. ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ വണ്ടിയുടെ ഒരു ഫുൾ ലോങ് റിവ്യൂ തന്നെ നടത്തിയാലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെന്തായാലും കുറച്ച് സമയം എടുക്കും. അത് കാണാനായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിൻ്റെ കൂടത്തുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇതുപോലെയുള്ള വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള വണ്ടി മലയാളം എന്നുള്ള ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരിക്കുക. അതിലാണ് നമ്മൾ പുതിയ വീഡിയോസിൻ്റെയും പുതിയ അപ്ഡേറ്റ്സിൻ്റെ ഒക്കെ തന്നെ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നതാണ് വരെ. ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.